മൂന്നാം ഭാഗം യേശു വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളാണ്. നാലാം ഭാഗം യേശു മരുഭൂമിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളാണ്. അഞ്ചാം ഭാഗം യേശു സെമിത്തേരിയിൽ വെച്ച് വെള്ളത്തിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളാണ്. ആറാം ഭാഗം യേശു സെമിത്തേരിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങളെ ഇങ്ങനെ പള്ളിയിൽ വെച്ച്, വീട്ടിൽ വെച്ച്, വെള്ളത്തിൽ വെച്ച്, വഴിയിൽ വെച്ച്, മരുഭൂമിയിൽ വെച്ച്, സെമിത്തേരിയിൽ വെച്ച് എന്നിങ്ങനെ 6 തരം തിരിച്ച് പഠിക്കുമ്പോൾ യേശു വീട്ടിൽ വെച്ച് ചെയ്തവ എന്ന വിഭാഗത്തിലേതും യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നാമത്തേതുമാണ് നമുക്കൊക്കെ കാണാപ്പാടമായ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു വെള്ളം വീഞ്ഞാക്കിയ സംഭവം. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. സങ്കീർത്തനത്തിലെ ഒരു വാക്യഭാഗം ഇപ്പോൾ പലരുടെയും മനസ്സിൽ ഓർമ്മയുണ്ടാവും. തിരുവെഴുത്തുമായി അടുപ്പമുള്ളവരുടെ ഉള്ളിൽ അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. എൻ്റെ ദൈവം ഒരത്ഭുതമെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തു എന്ന് ഓർമ്മയുള്ള ദൈവമക്കൾ, ആ ഉപകാരം മറക്കാത്ത ദൈവമക്കൾ അവനെ സ്തുതിക്കട്ടെ എന്നല്ലേ ആ വാക്യത്തിൻ്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്. യേശു മഹത്വം വെളിപ്പെടുത്തി എന്നുള്ള ഈ വാചകത്തിൻ്റെ മഹത്വമോ വലുപ്പമോ മനസ്സിലാകണമെങ്കിൽ സുവിശേഷങ്ങളിലെ മറ്റൊരു ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കണം. നാം സുവിശേഷങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ശിഷ്യന്മാർക്ക് വേണ്ടിയിരുന്നത് സമാധാനമായിരുന്നു. യേശു അത് അവർക്ക് നൽകി. യേശുവിൻ്റെ ക്രൂശീകരണ നിമിഷങ്ങൾ, അടുത്ത നിമിഷങ്ങൾ നാം സുവിശേഷങ്ങളിലെ അവസാന അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. യേശുവിൻ്റെ വസ്ത്രം പടയാളികൾ ചീട്ടിട്ടെടുത്തു. യേശുവിൻ്റെ വസ്ത്രം യേശു പടയാളികൾക്ക് കൊടുത്തതുകൊണ്ട് അവർക്കത് ചീട്ടിട്ട് എടുക്കാൻ കഴിഞ്ഞത്. പടയാളികൾക്ക് വേണ്ടിയിരുന്നത് സമാധാനമായിരുന്നില്ല, യേശുവിൻ്റെ വസ്ത്രമായിരുന്നു. പടയാളികൾക്ക് എൻ്റെ കർത്താവ് അവരാഗ്രഹിച്ചത് കൊടുത്തു. എനിക്ക് ആ ഭാഗമൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. കാരണം എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവനെ അനുഭവിക്കുന്ന ഒരു ഉപദേശിയായതുകൊണ്ട് ആഗ്രഹിച്ചത് എന്താ അവൻ നമുക്ക് നൽകാതിരുന്നിട്ടുള്ളത്. രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെ ആ വാചകം അവസാനിപ്പിക്കാമോ എന്ന് എനിക്കറിയില്ല. ഒരു വാചകം കടത്തി പറഞ്ഞാൽ ആഗ്രഹിച്ചത് മാത്രമല്ല അവൻ നമുക്ക് തന്നിട്ടുള്ളത്, നീ ചോദിച്ചതും മാത്രമല്ല അവൻ നിന്റെ കൈകളിൽ എത്തിച്ചത്. നീ ചോദിച്ചതിലും നനച്ചതിലും. അത്യന്തം പരമെന്നുള്ള മലയാള പദത്തിൻ്റെ അർത്ഥം എന്താ പ്രിയരെ? ഞാൻ അളന്ന് ചോദിച്ചതിന് എനിക്കളക്കാൻ കഴിയാത്തതുപോലെ അവൻ തന്നെന്നല്ലേ അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പോ പടയാളികൾക്ക് വേണ്ടിയിരുന്നത് യേശുവിൻ്റെ വസ്ത്രമാണ്. യേശു അത് കൊടുത്തു.
പ്രോസ്പിരിറ്റി ആണെന്ന് ചിന്തിക്കാതിരിക്കുമെങ്കിൽ ഞാൻ ഒരു വാചകം പറയാം. യേശു ഉപയോഗിച്ച വസ്ത്രം ചീട്ടിട്ടെടുക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്തുമായിരുന്നു? അത്രയും പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. അതിനെക്കുറിച്ച് അധികം ഇരുന്ന് ധ്യാനിക്കരുത്. കാരണം ഇപ്പം ചിലർ എന്നാലും ശരിയാണല്ലോ, യേശു ഉപയോഗിച്ച വസ്ത്രം ചീട്ടിട്ടെടുക്കണമെങ്കിൽ എന്തോ സാധനമായിരുന്നത്. അത് ഒന്ന് ചിന്തിക്കുന്നത് നല്ല, ഉപയോഗിക്കുന്നത് നല്ലത് ഉപയോഗിക്കുന്നതായിരുന്നു കർത്താവിൻ്റെ ശീലം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. പോട്ടെ. അപ്പോൾ പടയാളികൾക്ക് വേണ്ടിയിരുന്നത് വസ്ത്രമായിരുന്നു. യേശു അത് കൊടുത്തു. ക്രൂശിലേക്ക് നോക്കിക്കേ. യേശു പറഞ്ഞു, പിതാവേ, എൻ്റെ പ്രാണനെ ഞാൻ തൃക്കൈയിലേൽപ്പിക്കുന്നു. ദൈവത്തിനു വേണ്ടിയിരുന്നത് അവൻ്റെ പ്രാണനായിരുന്നു, യേശുവിൻ്റെ ജീവനായിരുന്നു. ജീവൻ ഡിമാൻഡ് ചെയ്ത ദൈവത്തിന് നമ്മുടെ കർത്താവ് ജീവൻ കൊടുത്തു. എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിലേൽപ്പിക്കുന്നെന്നാ പറഞ്ഞേ. ഈ 3 ചിന്തകൾ ചേർത്ത് വെച്ചേ, അത് ധ്യാനിക്കുന്ന ഒരു ഭക്തന് അതരം അടച്ചിരിക്കാൻ കഴിയില്ല. ഈ ചിന്തകളിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആരാ പ്രിയരെ? സമാധാനം വേണ്ടവർക്ക് അവൻ സമാധാനം നൽകി. വസ്ത്രം വേണ്ടവർക്ക് അവൻ വസ്ത്രം നൽകി. പ്രാണൻ വേണ്ടവന് അവൻ പ്രാണൻ കൊടുത്തു. ഈ 3 ചിന്ത പോരെ ഒരു 3 മണിക്കൂർ ദൈവത്തെ ആരാധിക്കാൻ? സമാധാനം നൽകിയ കർത്താവിന്, മാറി മാറി ധരിക്കാൻ മാന്യമായ വസ്ത്രം നൽകിയ കർത്താവിന്, എനിക്ക് വേണ്ടി പ്രാണൻ നൽകിയ കർത്താവിന്, എത്ര സന്തോഷത്തോടെ, എത്ര നന്ദിയോടെ, എത്ര ശക്തിയോടെ ഒരു സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടവരാ നമ്മൾ. സമാധാനം നൽകിയ, വസ്ത്രം നൽകിയ, പ്രാണൻ നൽകിയ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ഹൃദയത്തിൽ ആവേശമുണ്ടെങ്കിൽ, ആമേൻ, അതരമൊന്ന് ചലിപ്പിച്ചേ. എന്റെ കർത്താവ് ഇതിനകത്ത് മഹത്വപ്പെടട്ടെ. UPF-കാർക്കല്ല മഹത്വം, ആമേൻ, TD പാസ്റ്റർക്കല്ല മഹത്വം, ഇതിന്റെ സംഘാടകർക്കല്ല മഹത്വം. ഇന്ന് രാത്രി മഹത്വത്തിന് യോഗ്യൻ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. മനസ്സ് തുറന്നവന് മഹത്വം കൊടുക്ക. ആമേൻ, ഹല്ലേലൂയ. സമാധാനം കൊടുക്കുന്ന കർത്താവ്, വസ്ത്രം കൊടുക്കുന്ന കർത്താവ്, പ്രാണൻ കൊടുക്കുന്ന കർത്താവ്, കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമേ ബൈബിളിലുള്ളൂ. വചനം അറിയാവുന്നവർക്കറിയാം. അവൻ സമാധാനവും കൊടുക്കും, വസ്ത്രവും കൊടുക്കും, പ്രാണൻ വരെ കൊടുക്കും. ഈ കർത്താവ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ബൈബിളിലുണ്ട്. വചനം അറിയാവുന്നവർക്കറിയാം. അവൻ തൻ്റെ മഹത്വം, ഹല്ലേലൂയ, അവൻ തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. അത് സെക്രട്ടറിക്കും കിട്ടത്തില്ല, പ്രസിഡന്റിനും കിട്ടത്തില്ല, ട്രഷററിനും കിട്ടത്തില്ല, സീനിയറിനും കിട്ടത്തില്ല, ജൂനിയറിനും കിട്ടത്തില്ല. ഇന്ന് പല സീനിയേഴ്സും ജൂനിയേഴ്സും മനഃപൂർവ്വം മഹത്വം മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മഹത്വം മോഷ്ടിക്കുന്നെങ്കിൽ അവരും ആത്മലോകത്തിലെ കള്ളന്മാരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രാത്രി നമുക്കല്ല മഹത്വം, മഹത്വത്തിന് യോഗ്യനായ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോ, ഹല്ലേലൂയ, ഞാൻ അവനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവൻ തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ കുറിവാക്യത്തിലെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞ വാചകത്തിന്റെ മഹത്വം. എന്ത്? യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ആർക്കും കൊടുക്കാത്ത തൻ്റെ മഹത്വം
അവൻ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനകത്ത് ഇന്ന് രാത്രി വന്ന ചില കുടുംബങ്ങൾക്കുള്ള ദൂത് പരിശുദ്ധാത്മാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പബ്ലിക് സ്റ്റേഡിയത്തിലല്ല അവനത് ചെയ്തത്, പുരുഷാരത്തിൻ്റെ നടുവിലല്ല അവനത് ചെയ്തത്, ഒരു വീട്ടിനകത്താ അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത്. എൻ്റെ കർത്താവ് തൻ്റെ മഹത്വം ഈ ഭൂമിയിൽ ആദ്യം വെളിപ്പെടുത്തിയത് പ്രതിസന്ധിയിൽപ്പെട്ട, ആമേൻ, പ്രതിസന്ധിയിൽപ്പെട്ട, അവരെ കൊണ്ട് പരിഹരിക്കാൻ പെട്ടെന്ന് കഴിയാത്ത ഒരഭിഷത്ത നിമിഷത്തിൽ മനസ്സ് കലങ്ങി നിന്ന ഒരു കുടുംബത്തിനകത്താണ് എൻ്റെ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ ഇത്രയും ട്രാഫിക് ജാമുള്ള ഈ പട്ടണത്തിൽ അതിനെ അവഗണിച്ച് ഈ രാത്രി സഹോദര നീ ഈ വചനത്തിന്റെ മുമ്പിൽ നീ വന്നതാന്ന് ഞാൻ പറയില്ല. ദൈവം നിന്നെ കൊണ്ടുവന്നതാ. അതിന് മറ്റൊരു ലക്ഷ്യം ദൈവത്തിനുണ്ട്. ഇന്ന് രാത്രിയും നീ നേരിടുന്ന പ്രതിസന്ധിയുടെ മേൽ അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. അതെത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ഒന്നുകൂടെ പറയുക, ഒരു പ്രസംഗം കേൾക്കാൻ ഇരിക്കാതെ പ്രിയരെ, ആവശ്യം പോലെ പ്രസംഗകരും പ്രസംഗവും നമുക്കുണ്ട്. ഇന്ന് രാത്രി മഹത്വം വെളിപ്പെടുത്താൻ വെളിപ്പെട്ടു വന്ന എൻ്റെ കർത്താവിന് വേണ്ടി മനസ്സ് തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കെ യേശു മാർത്തയോടും പറഞ്ഞു, നീ വിശ്വസിക്കാൻ തയ്യാറായാൽ കല്ലറയ്ക്കകത്തും മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കുറിവാചകത്തിന്റെ മഹത്വം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. പെട്ടെന്ന് ഞാൻ ഓടി വരികയാണ്. എനിക്ക് ഈ ഭാഗം മുഴുവൻ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സന്ദേഹമുണ്ട്. എങ്കിൽ പോലും കടന്നു വന്ന ആത്മാക്കൾക്ക് കൈമാറാൻ പരിശുദ്ധാത്മാവിനുള്ളത് പരിശുദ്ധാത്മാവ് നൽകട്ടെ. അതിനായി പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. ഈ കുറിവാക്യം നമുക്ക് ഓടിച്ച് വായിച്ചു വിടാനോ ഓടിച്ച് ചിന്തിച്ചു വിടാനോ പറ്റില്ല. കാരണം യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറയുന്ന ആ വാചകത്തിൻ്റെ മഹത്വമോ വലുപ്പമോ നമ്മൾ ഈ പറഞ്ഞു വന്നതിലെല്ലാം അപ്പുറത്താണ്. അത് ഒന്നറിയണമെങ്കിൽ ചില വേദഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ തന്നെ, ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഉള്ളത് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 2-3 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. എല്ലാം വായിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകാൻ, വായിപ്പിക്കാൻ സമയം ലാഭിക്കാൻ വേണ്ടി. 2:1 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. 2:11 ഗലീലയിലെ കാനാവിൽ വെച്ച്. ഇനി 4:46 നാം ശ്രദ്ധിച്ചാൽ, അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. ഇനി അതേ പുസ്തകം 21:2 വാക്യം നാം വായിക്കുമ്പോൾ, ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും. ശ്രദ്ധിക്കണം, നമ്മൾ കുറിവാക്യം ഉൾപ്പെടെ 4 വേദഭാഗങ്ങൾ ഇപ്പോൾ ഇവിടെ ഉദ്ധരിച്ചു. ഈ 4 വേദഭാഗങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സ്തോത്രം. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ പറയുന്നൊരു ഉപദേശിയല്ല ഞാൻ. പറയാനുള്ളവർക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ. അത് പെരിയെ പറയേണ്ടവർക്ക് പെരിയെ പറയും. എഴുന്നേറ്റ് നിന്ന് പറയണമെന്ന് തോന്നിയാൽ എഴുന്നേറ്റ് എന്ന് പറയാം. നമ്മുടെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ പിന്നെ അതായിരിക്കും അന്നത്തെ ചർച്ച. അങ്ങനെ വന്നുപോയി നമ്മുടെ ആരാധനയൊക്കെ. ഒരാൾ എഴുന്നേറ്റ് ചാടുന്നെങ്കിൽ ചാടട്ടെ, അതിനൊരു സ്വാതന്ത്ര്യം വേണ്ടേ നമ്മുടെ ഇടയിൽ? അതിനുവേണ്ടി പാരമ്പര്യം വിട്ടിറങ്ങിപ്പോന്നവരാ നമ്മൾ. സ്തുതിക്കാൻ പരപ്രേരണയ്ക്ക് വേണ്ടി ആരും കാത്തു നിൽക്കരുത്.
ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഞാൻ പറയാം. അവൻ തൻ്റെ മഹത്വം കുടുംബങ്ങളിലും തലമുറകളിലും അഭിഷക്തന്മാരുടെ ശുശ്രൂഷകളിലും അവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിലും വെളിപ്പെടുത്താതെ എൻ്റെ കർത്താവ് മടങ്ങില്ല. സ്തോത്രം. ഇവിടെ ഈ ആവർത്തിച്ചുള്ള പ്രയോഗം ശ്രദ്ധിച്ചു കാണും. 4 വാക്യങ്ങളിൽ 2:1, 2:11, 4:46, 21:2 ഈ 4 വാക്യങ്ങളിലും ആവർത്തിച്ചിട്ടുള്ള പ്രയോഗം ഗലീലയിലെ കാനാവ് എന്ന പദമാണ്. എന്തുകൊണ്ടാണ് ഈ പദം ആവർത്തിച്ചത്? ആ പദത്തിൻ്റെ പ്രയോഗം പ്രത്യേകം പ്രസ്താവ്യമാണ്. കാരണം പദങ്ങളുടെ ആവർത്തനം ശ്രോതാക്കളിൽ വിരസത ഉണ്ടാക്കുമെന്നാണ് ശബ്ദധാരാവലിയൊക്കെ പറയുന്നത്. ഭാഷ അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഏതൊരു പദത്തിൻ്റെ ആയാലും ആവർത്തനങ്ങൾ അത് വിരസത ഉണ്ടാക്കും ആളുകളുടെ ഉള്ളിൽ. ഇപ്പം നമ്മുടെ ഇടയിലൊക്കെ ആയാലും ആരും വിഷമിക്കുകയൊന്നും ചെയ്യരുത്, എന്നോട് പിണങ്ങുകയൊന്നും ചെയ്യരുത്. നമ്മുടെ ഇടയിലൊക്കെ ആളുകൾ പറയുന്നൊരു പദമുണ്ട്. ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 10-40 പ്രാവശ്യമെങ്കിലും ഒരാൾ പറയും ഇന്ന് രാത്രികാലം, ഇന്ന് രാത്രികാലം. എടാ, ഇന്ന് രാത്രിയാണെന്ന് എല്ലാവർക്കും അറിയാം. രാത്രികാലം എന്നും പറഞ്ഞൊരു കാലമുണ്ടോ? എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. ഞാൻ വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളല്ലെങ്കിലും രാത്രികാലമൊന്നും പകൽക്കാലമൊന്നും പറഞ്ഞൊരു കാലമില്ല. അത് നമ്മളുണ്ടാക്കിയ കാലമാണ്. അതെന്തോ ഒരു കാലമാടാ. അത് പോട്ടെ, 1-2 പ്രാവശ്യം ഇന്ന് പകൽക്കാലം എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. ഒരു 56 പ്രാവശ്യം ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽക്കാലം, അല്ല ഇന്ന് രാത്രികാലം, ഇന്ന് രാത്രികാലം എന്ന് പറഞ്ഞാലോ? അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നതാണ്. ചില യോഗങ്ങളിൽ ചിലർ കുനിഞ്ഞിരുന്ന് എഴുതുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ മനസ്സിലായി ഇവർ മെസ്സേജ് എഴുതുവല്ല, രാത്രികാലം എന്ന് പുള്ളി എത്ര പ്രാവശ്യം പറയുന്നുണ്ടെന്ന് എഴുതുകയാണ്. പിന്നെ നമ്മുടെ ഇടയിലെ വേറൊരു പ്രയോഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. അത് എന്നാ തീരലാത്? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുന്നു അല്ലെങ്കിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. സമയവും ലാഭിക്കാം, ആരോഗ്യവും ലാഭിക്കാം. കാണുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതെങ്ങനെ പറയുന്നു? കാണുവാൻ തക്കവണ്ണം. എന്തൊരു വണ്ണം? തക്കവണ്ണം. പിന്നെ ഇടയായി തീരുന്നുണ്ട്. ആര് തീരുന്നുണ്ട്? കേൾവിക്കാര് തീരുന്നോണ്ടിരിക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആവർത്തന പ്രയോഗങ്ങൾ അത് അഭംഗിയാണ്. ശബ്ദധാരാവലി അനുസരിച്ച്, ഭാഷാപ്രയോഗം അനുസരിച്ച് ഏതൊന്നിൻ്റെ ആയാലും. ഇപ്പോ നോക്കിയേ, 3-ാം നാൾ ഗലീലയിലെ കാനാവിലാണ് കല്യാണം ഉണ്ടായതെന്ന് 1-ാം വാക്യത്തിൽ പറഞ്ഞു. പിന്നെ പറയുമ്പോഴെല്ലാം ഗലീലയിലെ കാനാവെന്ന് എന്തിനാ പറയുന്നേ? യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാലും മതി. കാരണം 2:1 അഡ്രസ് ഉണ്ടല്ലോ. ഈ കാനാവ് ഗലീലയിലാണെന്ന്. 4:46 വന്നപ്പോൾ അവിടെയും പറയുകയാണ് യേശു താൻ പിന്നെയും വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. യോഹന്നാൻ 21:2 വരുമ്പോഴും ഗലീലയിലെ കാനാവിലുള്ള നാഥനയേലും. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രയോഗം ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, ഗലീലയെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിടത്തൊന്നും കാനാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ കാനാവിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിടത്തെല്ലാം ഗലീല പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞ വാചകം നിങ്ങൾ കൃത്യമായി ഗ്രഹിക്കണം. ഗലീലയെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിടത്തൊന്നും കാനാവിനെ കുറിച്ചില്ല. പക്ഷെ കാനാവിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിടത്തെല്ലാം ഗലീലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗലീല കൂടാതെ കാനാവിനെ കുറിച്ചൊരു പരാമർശം പുതിയ നിയമത്തിലില്ല, ബൈബിളിലില്ല. ഇത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ ആവർത്തന പ്രയോഗത്തിന്റെ അർത്ഥം? വേദപുസ്തകത്തിന്റെ പൊതു സ്വഭാവം അനുസരിച്ച് ആവർത്തന പ്രയോഗത്തിൽ അർത്ഥം അധികമാണ്. ഏതെങ്കിലും ഒരു പദം ആവർത്തിച്ചാൽ, ഞാൻ ഒറ്റ തെളിവ് പറയാൻ, വിശദീകരിക്കാൻ നേരമില്ലാത്തത് കൊണ്ട്, യേശു പഠിപ്പിച്ച കൊച്ചു പ്രാർത്ഥനയിൽ 8 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു പദമുണ്ട്.
അത് നമ്മുടെ കർത്താവ് മനഃപൂർവ്വം വാക്കിന് പഞ്ഞം വന്നപ്പോ ആവർത്തിച്ചതല്ല. യേശു മനഃപൂർവ്വം ആവർത്തിച്ചതാ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാനെന്നോ എൻ്റെ എന്നോ എനിക്കെന്നോ ഇല്ല, നീ എന്നോ നിന്റെ എന്നോ നിനക്കെന്നോ ഇല്ല, ഞങ്ങളെന്നുള്ള പദം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നങ്ങോട്ട് തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്, ഞങ്ങൾ ഇത് ഇവിടെ ഇരുന്ന് എണ്ണരുത്. 1-2 പേര് കുനിഞ്ഞിട്ടുണ്ട്, അവരെണ്ണാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. എന്ത് ചെയ്യും? എണ്ണിപ്പോവും. അപ്പോൾ ഞാൻ പറയട്ടെ, അത് നമുക്ക് വീട്ടിൽ ചെന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. പേനയെടുത്ത് ആ ഞങ്ങൾ പ്രയോഗത്തിന്റെ അടിയിൽ വരച്ചു നോക്കി. 8 തവണ ആവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച കൊച്ചു പ്രാർത്ഥനയ്ക്കകത്ത് ഈ 8 തവണ ഞങ്ങൾ പ്രയോഗം ആവർത്തിച്ചതിൽ അർത്ഥമുണ്ടെന്ന് വചനം ധ്യാനിക്കുന്നത് നമുക്കൊക്കെ മനസ്സിലായി കാണും. ഇല്ലേ? അർത്ഥമില്ലേ? കാരണം ഈ പ്രാർത്ഥന യേശു പഠിപ്പിച്ചത് പുരുഷാരത്തെ അല്ല, തമ്മിൽ ചേരാത്ത ഗോസ്പൽ ടീമിനെയാണ്. അതിനാരും ഗ്ലോറി പറഞ്ഞില്ല, കണ്ടോ? ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കാം, യേശുവിന് ഒരു സെന്റർ ഉണ്ടായിട്ട് ആ സെന്ററിലെ ഒരെണ്ണം തമ്മിൽ ചേരുന്നതായിരുന്നില്ല. 1-2 പേരെന്നെ കണ്ണുമിഴിച്ച് നോക്കുന്നുണ്ട്. പാസ്റ്റർ ഇതെങ്ങനെ അറിഞ്ഞെന്നുള്ള, ഞങ്ങളിതെല്ലാം അറിയുന്നുണ്ട്. ഞാൻ യേശുവിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, സുവിശേഷങ്ങളിൽ ശിഷ്യന്മാരുടെ ഇടയിൽ ആകെ തർക്കമുണ്ടായത് ഒരൊറ്റ വിഷയമാണ്: തങ്ങളിൽ ആരാണ് വലിയവൻ. ഞാൻ ആ ഭാഗം വിടുന്നു. നമുക്കങ്ങനെ പോയാൽ ഈ വിഷയ വിഭജനത്തിന് സമയം തികയാതെ വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. വേദപുസ്തക വെളിച്ചത്തിൽ ദൈവം വലിയവനാക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വലിയവനാകാൻ ഒരു ഫോൺ കോൾ പോലും ചെയ്യരുത്. വേദപുസ്തക വെളിച്ചത്തിൽ അത് പാപമാണ്. ഞാൻ പഠിച്ച പുസ്തകത്തിൽ മോഹമെല്ലാം പാപമാണ്. അങ്ങനെയാണെങ്കിൽ അധികാരത്തിനു വേണ്ടിയുള്ള മോഹവും പാപമാണ്. സ്തോത്രം. ഈ ആശയത്തിന് വലിയ സപ്പോർട്ടില്ല കേട്ടോ. അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ശരിക്കും ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞാൽ ഒന്ന് വലിയവനാകാൻ, മുൻപിലെത്താൻ, ഒരു ലീഡറാകാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഞാൻ ചെയ്താൽ അതാണ് മോഹം, അധികാരത്തിന് വേണ്ടിയുള്ള മോഹം. അങ്ങനെയാണെങ്കിൽ മോഹം ഗർഭം ധരിച്ച് സെക്രട്ടറിയെ പ്രസവിക്കുന്നല്ല. ഹല്ലേലൂയ. മോഹം ഗർഭം ധരിച്ച് നമ്മുടെ ഇടയിൽ നടക്കുന്ന പ്രസവമല്ല ഇതാ. പക്ഷെ മോഹം എൻ്റെ പുസ്തകത്തിൽ, ആമേൻ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ചില മേഖലകളെ വിരൽ ചൂണ്ടുകയാ. നീ താണിരുന്ന് പ്രാർത്ഥിച്ചോ. നിന്നെ പകച്ചവരുടെ മുൻപിൽ നിന്നെ ഒരടയാളമാക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ നീ എവിടെ പോയി ഒളിച്ചാലും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി ചിലരോടുള്ള ദൂത ഇത് കേട്ടോ. ചില അഭിഷക്തന്മാരോടും ചില സഹോദരന്മാരോടും ദൈവാത്മാവ് ഇടപെടുന്നു. ആരും അറിയാതെ നീ ചിലത് ചെയ്യുന്നുണ്ട്. പ്രസിദ്ധി പ്രതീക്ഷിക്കാതെ നീ പലതും കർത്താവിന് വേണ്ടി ചെയ്തു കൂട്ടുന്നുണ്ട്. ഒരു മാസികയിലും അത് വരുന്നില്ല, ആരും അത് അറിയുന്നില്ല. പക്ഷെ ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവൻ കരുതി വെച്ചിട്ടുണ്ട്. എന്റെ ദൈവം വലിയവനാക്കുമ്പോ വലിയവനായ മതി. ഈ വേദപുസ്തക ചിന്തയോടെ ചേർന്ന് പ്രതികരിക്കാൻ കൃപ ലഭിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ ആമേൻ. ആധരങ്ങളൊന്ന് ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഉന്നത ഭാവം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഹൃദയങ്ങളിൽ നിന്ന് പൊട്ടി മാറട്ടെ. എന്റെ കർത്താവ് ഇതിനകത്ത് മഹത്വപ്പെടട്ടെ. ഓ, യേശുവിന് മഹത്വം. അതരം തുറക്ക്. ചില മേഖലകളിൽ ദൈവത്തിന് മഹത്വമില്ലാത്തത് നിമിത്തം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു എന്ന് ദൂത് പറയുകയാ. ആമേൻ. Praise the Lord. അപ്പോ ഈ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴാ
ഞാനെന്നോ എൻ്റെ എന്നോ ഏകവചനം കർത്താവ് ഉപയോഗിച്ചില്ല. അത് മനഃപൂർവ്വം കട്ട് ചെയ്ത. കാരണം 12 എണ്ണോ ഞാനാണല്ലോ. ഉള്ള 12 എണ്ണോ ഞാനെന്ന് പറയുന്നവരാ. അവരെ പിന്നെ ഞാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് പഠിപ്പിച്ചാലോ? നോ, കർത്താവ് മനഃപൂർവ്വം ഏകവചനം ഒഴിവാക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം. അതുകൊണ്ട് ആ കർത്താവ് പ്രാർത്ഥനയുടെ വ്യവസ്ഥ പറഞ്ഞപ്പോഴും ഒരു വാചകം ചേർത്തത് ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങളിൽ 2 പേർ ഐകമത്യപ്പെട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിൻ്റെ അഭ്യാസം കണ്ട് പ്രസാദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഐക്യപ്പെടുന്ന 2 പേരെ വെച്ച് ചരിത്ര തിരുത്തി കുറിക്കാൻ മനസ്സുള്ളവനാ നമ്മുടെ കർത്താവ്. ഈ രാത്രി ചില കുടുംബങ്ങളോടും ദൈവാത്മാ പറയുക, സഭകളോട് പറയുക, ആൾക്കൂട്ടമല്ല ഇന്നിന്റെ അടിയന്തര ആവശ്യം, ഐക്യതയാ. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന വ്യവസ്ഥകളിലേക്ക് നമ്മൾ വരാതെ എന്തൊക്കെ ആത്മീക പെർഫോമൻസുകൾ നമ്മൾ ചെയ്താലും ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയില്ല പ്രിയരെ. ചിലരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇപ്പൊ കുറ്റബോധം തരുന്നുണ്ടെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. ദൈവമേ, നിനക്ക് മഹത്വമുണ്ടാകാത്ത ഒന്നും എന്നിൽ ഇല്ലാതിരിക്കട്ടെ എന്നങ്ങനെയുള്ളവർ തീരുമാനമെടുത്ത് മടങ്ങാൻ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. അപ്പോ ബൈബിളിന്റെ പൊതു സ്വഭാവം അനുസരിച്ച് ആവർത്തന പ്രയോഗത്തിൽ അതീവ ഗൗരവമായി കാണേണ്ട അർത്ഥങ്ങളുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗലീലയിലെ കാനാവ്, ഗലീലയിലെ കാനാവ്, ഗലീലയിലെ കാനാവ് എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നതിനകത്തും ഒരർത്ഥമുണ്ട്. അത് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. അല്ലാതെ യേശു വെള്ളം വീഞ്ഞാക്കിയത് കാനാവിലാണെന്ന് ചിന്തിച്ചു പോകുന്നതല്ല ശരിക്കും ഈ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്ന മഹത്വം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ വന്നവരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ശരിക്കും ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ യേശു മഹത്വം വെളിപ്പെടുത്തിയതൊരു വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ വീടേതാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഈ ആവർത്തന പ്രയോഗത്തിൻ്റെ ലക്ഷ്യം. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. കല്യാണങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടുന്ന് അല്ലേ ഒരു 2 ദിവസത്തെ 3 ദിവസത്തെ അവധിയൊക്കെ എടുത്ത് പോകുന്നവരുണ്ട്. എനിക്കറിയാം, ഞാൻ അങ്ങനെ പലരെ പരിചയപ്പെട്ടിട്ടുണ്ട്. പാസ്റ്റർ, ഞാൻ 2 ദിവസത്തേന് വന്നതാണ്, ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകുന്ന ആ രംഗമൊക്കെ നമുക്കറിയാമല്ലോ. ഏറ്റവും മാന്യമായ വേഷമൊക്കെ ധരിച്ച്, എന്നും കുളിക്കാത്തവരാണെങ്കിൽ അന്ന് പതിവില്ലാതെ 2 പ്രാവശ്യം കുളിച്ച് ഭയങ്കര എന്നാ ഒരുക്കമാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, സത്യത്തിൽ നമ്മുടെ അല്ല കല്യാണം, എന്നാലും നമ്മുടെ ഒരുക്കം വെച്ച് ഇല്ലറ ഒരുക്കമാണോ സഹിക്കാൻ പറ്റത്തില്ല ചിലയിടത്ത്. ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയി ഇരുന്നപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അതിനെ പെടാപ്പാട് പെടുത്തി കൊണ്ടുവന്ന് ഇരുത്തിയേക്കുക. നമ്മൾ എന്നാ ചമഞ്ഞാലും നമ്മൾ തന്നെയാണ്. അല്ലേ, എന്നെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചതിൽ ഞാൻ കഴിഞ്ഞ ദിവസം രാജംബാസോടും പറഞ്ഞു, ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന ആളാണ്. എന്നെ പോലെ വേറെ ഒരുത്തനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ലെന്ന എൻ്റെ ചിന്ത. പിന്നെ അല്ലാതെ അങ്ങനെ ചിന്തിച്ചല്ലേ ഒരു ഗ്ലോറി പറയേണ്ടത്. അല്ലാതെ എന്നാ കോലമാ കർത്താവേ ഇതെന്നാണോ നമ്മൾ ചോദിക്കുക. നമ്മുടെ കോലം പലപ്പോഴും നമുക്ക് പിടിക്കുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറെ സത്യം. അത് നല്ലതാ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ചിന്ത ഉള്ളത്. അപ്പം നമ്മൾ ഒരുങ്ങി നിൽക്കുന്നു, വണ്ടി കയറാൻ നിൽക്കുകയാണ് കല്യാണത്തിന് പോകാൻ. നമ്മളെ പരിചയമുള്ള ഒരാൾ നമ്മളെ കണ്ടു. എങ്ങോട്ട് പോകുന്നു? നമ്മൾ പറയും, ഞാൻ ഒരു കല്യാണത്തിന് പോകാനായിട്ട് നിൽക്കുക. ഇനി നമ്മുടെ മലയാളികളുടെ രീതി അറിയാമല്ലോ, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് തൃപ്തി വരത്തില്ല. കല്യാണത്തിന് പോവുകയാണെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചിട്ട് പോലുമില്ല, അങ്ങ് പോയാൽ മതി. എന്നാലും അടുത്ത ചോദ്യം വരും. അത് മലയാളി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്ത ചോദ്യം, എവിടാ? എടാ, ഇയാൾ എന്തിനാ എവിടാന്ന് ചോദിക്കുന്നത്? ഇയാളെ വിളിച്ചിട്ടില്ലല്ലോ. എന്നോട് ചില ചോദിക്കണം, പാസ്റ്റർ എങ്ങോട്ട് പോകുന്നു? ഞാൻ എറണാകുളം വരെ പോകുന്നു. അടുത്ത ചോദ്യം, വെറുതെ പോകുന്നേ ഉള്ളൂ? അതൊക്കെ എന്നാ? ഇങ്ങനെയുള്ള സ്വഭാവം വല്ലതും ഉണ്ടെങ്കിൽ കളഞ്ഞേക്കണം. നിന്നെ ഇഷ്ടമല്ല ആർക്കും. അല്ലേ, ചിലർക്ക് കൈ പോലും കൊടുക്കാതെ ചിലർ മാറി നിൽക്കുന്നത് ഈ ടൈപ്പ് സ്വഭാവം ഉള്ളത് കൊണ്ടാണ്.
കാരണം ചിലരെ അടുത്ത് നിന്ന് അവർക്ക് മുഴുവൻ ഏത് കടയിലാ പോകുന്നതെന്ന് വരെ ചോദിച്ചു കളയും. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, എവിടെ പോന്നു? ഞാൻ ഒരു കല്യാണത്തിന് പോകുന്നു. അടുത്ത ചോദ്യം, എവിടാ കല്യാണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുകയാണെന്നിരിക്കട്ടെ, ഞാനും കുറച്ചു നേരം കണ്ട് അതാണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പുള്ളി പിന്നെ ഒരു ചോദ്യവും ചോദിക്കത്തില്ല. മനസ്സിലായി കാണും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് ഒരു വീട്ടിലാണ്. ആ വിവാഹ വീടേതാണെന്ന് നാം അറിയേണ്ടതുണ്ട്. കൃത്യമായി ആ വീടിന്റെ അഡ്രസ് അറിയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് വീടിന്റെ അഡ്രസ് വ്യക്തമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ ആവർത്തന പ്രയോഗത്തിന്റെ പിൻപിൽ ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ആ വീട് ഏതാണെന്ന് വ്യക്തമാക്കാൻ ആവർത്തന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്നൊന്ന് ആരായാൽ 1-2 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരാം. യോശുവയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും 19-ാം അധ്യായത്തിന്റെ 28-ാം വാക്യവും. 16-8 തപ്പൂഹയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാനാത്തോട് വരെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. എഫ്രയീം ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു കാണും. ഇവിടെ ഒരു കാന നമ്മൾ കാണുന്നു. അതെവിടെയാണ്? അത് ഏത് ഗോത്രത്തിൻ്റെതാണ്? എഫ്രയീം ഗോത്രത്തിന് അവകാശമായി കിട്ടിയ ഒരു കാനാവ്. ഇനി യോശുവ 19:24 നോക്കുമ്പോൾ ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 5-ാമത്തെ നറുക്കു വന്നു, അവരുടെ ദേശം എന്ന് പറഞ്ഞു വന്നിട്ട് 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഹെബ്രോൻ, രഹോബ്, ഹമ്മോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. ഈ 2 വാക്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ ദൈവമക്കൾ ഇനി പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. നിവർന്നിരുന്ന് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുവാൻ ഞാൻ ഓർപ്പിക്കുന്നു. ശ്രദ്ധിച്ചേ. പഴയ നിയമ വേദപുസ്തക ഭൂമിശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ കാനാവ് 2 ഉണ്ട്. അതിൽ ഒരു കാനാവ് എഫ്രയീം ഗോത്രത്തിന്റെ അവകാശദേശമാണ്. അത് യോശുവ 16:8 നമ്മൾ വായിച്ചു. 2-ാമത്തെ കാനാവ് ആശേർ ഗോത്രത്തിന്റെ അവകാശദേശമാണ്. അത് 19:24 28 നമ്മൾ വായിച്ചു. അങ്ങനെ ബൈബിളിൽ 2 കാനാവിനെ കുറിച്ചാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന് എഫ്രയീം ഗോത്രത്തിന്റെ അവകാശമായ കാനാവ്, 2 ആശേർ ഗോത്രത്തിന്റെ അവകാശമായ കാനാവ്. ഈ പഴയ നിയമ വേദപുസ്തക ഭൂമിശാസ്ത്രത്തെ പുതിയ നിയമ വേദപുസ്തക ഭൂമിശാസ്ത്രവുമായി ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എഫ്രയീം ഗോത്രത്തിന് അവകാശമായി കിട്ടിയ കാനാവിനെ പുതിയ നിയമകാലത്ത് ശമര്യയിലെ കാനാവെന്ന് വിളിച്ചു വന്നു. ശ്രദ്ധിക്കണം, ശമര്യയിൽ ഒരു കാനാവ് ഉണ്ടായിരുന്നു. ആ കാനാവ് എഫ്രയീം ഗോത്രക്കാരുടെ അവകാശദേശമാണ്. എന്നാൽ ആശേർ മക്കളുടെ ഗോത്രത്തിന് അവകാശമായി കിട്ടിയ കാനാവിനെ പുതിയ നിയമകാലത്ത് ഗലീലയിലെ കാനാവെന്ന് വിളിച്ചു വന്നു. അപ്പൊ ഗലീലയിലെ കാനാവ് ആശേർ ഗോത്രക്കാരുടെ അവകാശദേശമാണ്. ഇതിൽ കൂടുതൽ ഇനി വിശദീകരിക്കാൻ സമയം മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വരുന്നു. ശ്രദ്ധിച്ചേ. അങ്ങനെയെങ്കിൽ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ള പദം കൃത്യമായി പഠിക്കുമ്പോൾ അഡ്രസ് വ്യക്തമാക്കാനല്ലേ ഈ ആവർത്തിച്ച് പ്രയോഗിച്ചത്? എന്തുകൊണ്ട് ഇപ്പോ ഒരിക്കൽ മാത്രം ഗലീലയിലെ കാനാവെന്ന് പറഞ്ഞ ശേഷം പിന്നീട് കാനാവെന്ന് മാത്രം പറഞ്ഞാൽ സംശയമുണ്ടാവാം. എന്തുകൊണ്ട്? ശമര്യയിൽ ഒരു കാനാവ് ഉള്ളത് കൊണ്ട്. എന്നാൽ ശമര്യയിൽ ഒരു കാനാവ് ഉള്ളത് കൊണ്ടും യേശു മഹത്വം വെളിപ്പെടുത്തിയത് ആശേർ കുടുംബത്തിലാണെന്ന്
വ്യക്തമാക്കേണ്ടതുള്ളത് കൊണ്ടുമാണ് ഗലീലയിലെ കാനാവെന്ന പ്രയോഗം ആവർത്തിച്ച് പറഞ്ഞത്. എല്ലാം ദൈവമക്കൾക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഭാഗം ധ്യാനിച്ചും പഠിച്ചും വന്നപ്പോ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ദൂതുണ്ട്. ഏത് വീട്ടിൽ ഏത് വിഷയത്തിൽ അവർ ഞരങ്ങുന്നു എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരു രക്ഷിതാവ് ഈ ഉലകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്ന് രാത്രി നിന്റെ അഡ്രസ് അറിയാവുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു പദം കടത്തി പറഞ്ഞാൽ, അവൻ അഡ്രസ് മാത്രമല്ല അറിയാവുന്നത്, നിന്റെ അവസ്ഥ അവന് നന്നായിട്ടറിയാം. ചില കുടുംബങ്ങൾ ദൈവാത്മാവ് വിരൽ ചൂണ്ടുന്നു ഇന്ന് രാത്രി. നിന്റെ കുടുംബത്തെ അവന് നന്നായി അറിയാം, നിന്റെ അഡ്രസ് അവന് നന്നായി അറിയാം, നിന്റെ നാളും നാഴികയും അവന് നന്നായി അറിയാം, നീ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയും അവന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ മേൽ എന്റെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന ഈ വാക്യത്തിന്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്. പെട്ടെന്ന് വരട്ടെ, ഒരു വാക്യം കൂടെ പഴയ നിയമത്തിൽ ഒന്ന് വായിക്കണം. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ ചിന്തിച്ചു ആശേർ കുടുംബത്തിലാണ് നമ്മുടെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ ആശേർ കുടുംബത്തെ കുറിച്ചുകൂടെ ഒറ്റ വാക്യം ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന് സന്ദേശം ഉപസംഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഉൽപ്പത്തി 49:20 വാക്യം. ആശേറോ, അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുബോധനം നൽകും. എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കണം. നമ്മുടെ മുമ്പിൽ അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവാ. ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് ആശേർ കുടുംബത്തിലാണ്. തർക്കം വേണ്ട. കുടുംബം ഏതാണെന്ന് വ്യക്തമാക്കാനാ ഗലീലയിലെ കാനാവെന്ന പദം ആവർത്തിച്ചെന്ന് ഞാൻ പറഞ്ഞു. അഡ്രസ് അറിയാവുന്നവൻ നദനയേൽ ചോദിച്ചു, നീ എന്നെ എവിടെ വെച്ചറിയുമെന്ന്. എൻ്റെ കർത്താവ് പറഞ്ഞു, നീ ഹത്തിയുടെ കീഴിലിരിക്കുമ്പോ ഞാൻ നിന്നെ കണ്ടതാ. കരയ്ക്ക് നിന്നുകൊണ്ട് കടലിലൂടെ പോയ മീൻ്റെ വായിലിരുന്ന ചതുദ്രമ്മ കണ്ട കണ്ണാണ് എൻ്റെ കർത്താവിൻ്റെ കണ്ണെങ്കിൽ, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്നെ പുറമേ കാണാനേ നമുക്കൊക്കെ കഴിയൂ. പക്ഷെ നിന്റെ അന്തരംഗത്തിലെ ഞരക്കം കാണാൻ കഴിവുള്ളവൻ ഈ രാത്രി ഒന്ന് തീരുമാനിച്ച ഇതിനകത്ത് നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇപ്പോൾ തന്നെ കർത്താവിന് മഹത്വം കൊടുത്തു തുടങ്ങണം. കാരണം ഒരു വിടുതൽ ഏറ്റെടുക്കാതെ മടങ്ങരുതേ പ്രിയരെ. ആശേർ കുടുംബത്തിലാണ് അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തിയതെങ്കിൽ ഈ കുറിവാക്യത്തിന്റെ ഗൗരവം ആശേർ കുടുംബത്തെയും കൂടെ പരിചയപ്പെടുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താ ആശേർ കുടുംബത്തെ കുറിച്ച് പരിശുദ്ധാത്മ പറഞ്ഞേക്കുന്നത്? ആശേറോ, അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്. ഈ ഫാമിലിയെ പരിചയപ്പെട്ടിരിക്കണം. ഇവര് വല്ലതും കഴിച്ചാൽ പുഷ്ടിയുള്ളതേ കഴിക്കൂ. എന്ന് പറഞ്ഞാൽ വാരി വലിച്ചൊന്നും തിന്നുന്ന ടീമല്ല. ശരീരത്തിന് ഗുണം വരുന്ന സാധനമേ ഇവരിതിനും. അത്രയും പറഞ്ഞങ്ങ് വിടാം. പുഷ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ കൊഴുപ്പുള്ളതെന്നല്ല അർത്ഥം. ഹല്ലേലൂയ. കൊഴുപ്പെല്ലാം കൂടെ കൂടി അവിടെ ഇവിടെ വേദനയാണെന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വരുവാ ഇന്ന് ആളുകൾ. എന്നാന്നറിയത്തില്ല പാസ്റ്ററെ, ഇവിടെ ആയിട്ടൊരു വേദന. അത് പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ല, തീറ്റി കുറച്ചാൽ മാറും. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ നന്നായി കൈയടിച്ചു പാട്. ശരീരം ഒന്ന് വേർത്താരാധിക്ക്. സ്വത്രം പോട്ടെ, ഒന്നും വിശദീകരിക്കുന്നില്ല. അപ്പോ പുഷ്ടിയുള്ളത് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഫാമിലിയുടെ പ്രത്യേകത പ്രോട്ടീനുള്ള, വൈറ്റമിനുള്ള, ശരീരത്തിന് ഗുണമുള്ള, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൈയടിച്ചാൽ ശബ്ദം കേൾക്കണം. ചിലർ കൈ ഭയങ്കര ആയത്തി വീശുന്നുണ്ട്, പക്ഷെ സൗണ്ട് ഇല്ല. അല്ലേ, അത് ആഹാരത്തിൻ്റെ തകരാറാ. എന്തെങ്കിലും തിന്നാൽ പോരാ, വിറ്റാമിനുള്ളത്. ഞാൻ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വൈകുന്നേരം പോരാൻ തന്നെ ഉണ്ടല്ലോ 3-4 കശുവണ്ടിപ്പരിപ്പ് കഴിച്ചിട്ടാണ് വരുന്നത്. രാജൻ പാസ്റ്റർക്ക് അറിയാമെന്ന് തോന്നുന്നു സംഗതി വകുപ്പ് എന്തോ എന്ന് പറഞ്ഞാൽ ഒരു പാത്രം കപ്പ വേവിച്ചത് ഇറച്ചിക്കറിയും തിന്നുന്നതിനെക്കാട്ടി വിലവാ. കശുവണ്ടിപ്പരിപ്പോ ഒരു ഗ്ലാസ് പാലോ ഇച്ചിരി അങ്ങോട്ടോ കഴിച്ചു കഴിഞ്ഞാൽ ഇതെന്തോ പാലാണെങ്കിൽ സമ്പൂർണ്ണ ആഹാരമാണ്. 18 മൂലകങ്ങൾ. വെള്ളം ചേർക്കാത്ത പാലിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വെള്ളം ചേർക്കാത്ത പാലിനകത്ത് 18 മൂലകങ്ങളുണ്ട്. അതല്ലേ നമ്മുടെ നാട്ടിൽ 21 40 പിടിച്ചു നിൽക്കുന്നത്. എല്ലാവരും ഗ്ലോറി പറഞ്ഞില്ല.
ഉപവസിക്കുന്ന ഒരാൾ 3-4 ചായ കുടിക്കുക ഒരു പകല്. 4 ചായ ഒരു പകല് കുടിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1 ഗ്ലാസ് പാലേ അകത്ത് ചെല്ലുക. അപ്പൊ 21 ദിവസം ഏറ്റവും കുറഞ്ഞത് 21 ഗ്ലാസ് പാല് ചായയുടെ രൂപത്തിൽ. ഹല്ലേലൂയ. എന്നിട്ട് പറയാ 21 കഴിയുമ്പോൾ എന്നാന്നറിയത്തില്ല, ഈ പ്രാവശ്യം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു ക്ഷീണവുമില്ല. നിനക്ക് എങ്ങനെ ക്ഷീണം ഉണ്ടാവും? പാല് കുടിച്ചല്ലേ ഇരിപ്പ്. ഉപവസിക്കുന്നുണ്ടെങ്കിൽ പാലുൽപ്പന്നങ്ങൾ ചേരുന്നതൊന്നും ഉപയോഗിക്കരുത്. അത് ശുദ്ധമായ ഉപവാസമല്ല. അത് 18 മൂലകങ്ങളാ പാലിനകത്തുള്ളത്. പാല് കുടിച്ച് ചായയും കാപ്പി ഒഴിവാക്കി വെള്ളം കുടിച്ച് ഉപവസിക്കും പ്രിയരെ. ആ ഭാഗവും വിടുന്നത്. അപ്പോ പുഷ്ടിയുള്ളത് കഴിക്കും. രണ്ടാമത്തെ ഗുണം എന്താ? ആശേർ കുടുംബത്തിന്റെ ഇവര് വല്ലോർക്കും വല്ലോം കൊടുത്താലേ രാജകീയ സ്വാദുഭോജനം. എനിക്കത് വിശദീകരിക്കാനൊന്നും അറിയില്ല. ഞാൻ വലിയ ജ്ഞാനിയൊന്നുമല്ല, ഒരു സാധാരണ ഗ്രാമീണ മലയാളി ഉപദേശിയ. പക്ഷെ ആ മലയാള പദത്തിന്റെ അർത്ഥം ഏകദേശ രൂപത്തിൽ ഞാൻ പറയാം. രാജാക്കന്മാരുടെ ഭക്ഷണമേശയിൽ വിളമ്പുന്ന ആഹാരത്തിന് എന്തോ ടേസ്റ്റ് ഉണ്ടോ, രുചിയുണ്ടോ, അത്രയും രുചിയുള്ള ആഹാരമേ ഈ കുടുംബക്കാര് മറ്റുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ. അയ്യോ, എന്നാ ഫാമിലിയാന്നേ. രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ആഹാരത്തിന്റെ രുചിയുള്ള സാധനം വിളമ്പോ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ആത്മീയ അർത്ഥം ഉണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് ആത്മീയ അർത്ഥം ഉണ്ട്. അതൊക്കെ ആവശ്യമുള്ളവരെ എടുക്കാവൂ, ആവശ്യമുള്ളവരെ എടുത്തുകൊണ്ടേ പോകാവൂ. എന്തെങ്കിലും വിളമ്പരുത് എഴുന്നേറ്റ് നിന്ന്. ഹല്ലേലൂയ. അതാ പലരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ പോലും ചിലയിടത്ത് സഭകളിൽ വിശ്വാസിക്ക് ആരോഗ്യമില്ല. ഗുണമുള്ളതേ വിളമ്പാവൂ. 10 മിനിറ്റേ വിളമ്പി ഉള്ളെങ്കിൽ ഒരാഴ്ച കടിച്ചു പൊട്ടിക്കാൻ പരിവുള്ളവരുടെ സാധനം കൂടെ കൊടുക്കേ. ഹല്ലേലൂയ. എന്തായാലും എനിക്ക് ഈ ഫാമിലിയെ ഇഷ്ടമാണ്. കൊടുത്താൽ റോയൽ ഫുഡേ കൊടുക്കും. ഇപ്പം മനസ്സിലായോ കുടുംബത്തെ? ഈ കുടുംബത്തിന് സമൂഹത്തിൽ ഒരു നിലയുണ്ട് അല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാന്യതയുണ്ട്. കാരണം കഴിച്ചാൽ പുഷ്ടിയുള്ളത് കഴിക്കും, കൊടുത്താൽ രാജകീയ സ്വാദുഭോജനം കൊടുക്കും. ഇനി വേണം ശരിക്കും യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം പഠിക്കാൻ. എന്നാലേ ആ പ്രശ്നത്തിന്റെ വലുപ്പം നമുക്കറിയാവൂ. മനസ്സിലായി കാണും. ഒരു സാധാരണ കുടുംബത്തിലല്ല വീഞ്ഞു തീർന്നത്. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മക്കാരുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും ആശേർ കുടുംബത്തിനൊരു പേരുണ്ട്, ഒരു മാന്യതയുണ്ട്. എന്താ? അവർ കഴിച്ചാൽ പുഷ്ടിയുള്ളതേ കഴിക്കത്തുള്ളൂ. അവർ കൊടുത്താൽ രാജകീയ ഭോജനമേ കൊടുക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ആ കുടുംബത്തിന്റെ പ്രശ്നം എന്താ? വിളിച്ചു വരുത്തിയവർക്ക് പോലും വിളമ്പാൻ വീഞ്ഞില്ലെന്നുള്ളത് ആ കുടുംബത്തിന്റെ പ്രശ്നം. ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ ദൈവാത്മാവ് തൊടുമെന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുകൊണ്ട് ആത്മാക്കളെ ഒന്ന് വിവേചിക്കാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു. അഭിഷക്തന്മാരിൽ ചിലരെയും ആ വചനം കൊണ്ട് വിവേചിക്കാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ആശേർ കുടുംബത്തെ പുറമേ നോക്കിയാൽ ഒരു കുഴപ്പവും ഉണ്ടെന്നാരും പറയത്തില്ല. മാന്യമായ കുടുംബമാ. പക്ഷെ ആ വീടിന്റെ കലവറയ്ക്കകത്തേക്കൊന്ന് കയറി നോക്കിയാൽ അവിടെ ഒരു വലിയ കുറവ് ആ കുടുംബത്തിനകത്തുണ്ട്. ആനന്ദം അറ്റുപോയിട്ട് മണിക്കൂറുകളായി, സന്തോഷം മുഖത്ത് നിന്ന് മാഞ്ഞു പോയിട്ട് മണിക്കൂറുകളായി, പുറത്തിറങ്ങി 10 പേരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ കുടുംബനാഥനും കുടുംബാംഗങ്ങളും ഉൾവലിഞ്ഞിട്ട് മണിക്കൂറുകളായി. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവാത്മാവ് വിവേചിച്ചു പറയുക. മാന്യമായി വസ്ത്രം ധരിക്കുന്നു, മനോഹരമായി സംസാരിക്കുന്നു, നന്നായി ഇടപെടുന്നു, മനോഹരമായി പാടുന്നു, കരങ്ങൾ അടിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ജോലി ചെയ്യുന്നു. പക്ഷേ പുറമേ നിന്നെ കാണുന്ന എല്ലാവരും പറയും അനുഗ്രഹിക്കപ്പെട്ടവരാ, അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നീ നേരിടുന്ന ചില ഞരക്കം അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ള കർത്താവ് ഇന്ന് രാത്രി കണ്ടുകൊണ്ട് സംസാരിക്കുകയാ. നിന്റെ കുടുംബത്തിനകത്ത് അവന് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പദ്ധതിയുണ്ടെന്ന്. ഓ ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ വാക്കുകൾ ചുരുക്കി വരട്ടെ. ഈ പ്രതിസന്ധി ആ കുടുംബം നേരിട്ട പ്രതിസന്ധിയാ. സത്യമല്ലേ?
സ്തോത്രം. എന്നോട് എൻ്റെ ചില സ്വകാര്യ ദുഃഖങ്ങൾ ഈ ദിവസങ്ങൾ അടുത്ത് സഹകരിക്കാൻ പറ്റുന്ന ആളാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കർത്തദാസനോടും കുടുംബത്തോടും പങ്കുവെച്ചു. കാരണം നമ്മളെല്ലാവരെയും ഓടി നടന്ന് സന്തോഷിപ്പിക്കുകയാ, എല്ലാവരെയും ബലപ്പെടുത്തുകയാ, എല്ലാവരോടും ആശ്വാസത്തിൻ്റെ ദൂതുകൾ പറയുകയാ. പക്ഷേ പച്ചയായ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന നൊമ്പരങ്ങൾ നമുക്ക് ആരോട് പറയാൻ പറ്റും, ആരോട് പങ്കുവെക്കാൻ പറ്റും? പക്ഷെ ഈ വചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ കർത്താവ് ഒരു വിരുന്നിൽ വരുന്നത് വിരുന്നുണ്ണാൻ മാത്രമല്ല, വിരുന്നു വീട്ടിനകത്ത് വിടുതലില്ലാതെ ഞരങ്ങുന്ന, വിടുതലില്ലാതെ ഞരങ്ങുന്ന വിഷയത്തെ തൊട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് സംഭവിക്കും. വിശ്വസിക്ക്. ഈ കോമ്പൗണ്ട് വിടുന്നതിന് മുൻപ് നിന്റെ വിഷയത്തിന്റെ വിടുതലുമായേ മടങ്ങാവൂ. എത്ര മാന്യമായിട്ടാ നിങ്ങളുടെ കുടുംബം ഈ പട്ടണത്തിൽ കഴിയുന്നത്. പക്ഷെ ഞരക്കം കാണുന്നവൻ, ഉള്ളിലെ തകർച്ച കാണുന്നവൻ, കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചിലരെ തൊട്ടു തുടങ്ങുന്നു കേട്ടോ. ആമേൻ. വളരെ ഞരങ്ങിയ നീ വന്നത്, പക്ഷേ ഇന്ന് ഇതിനകത്തുനിന്ന് മുഖം വാടി മടങ്ങാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്റെ മുഖം ശോഭിച്ചു തുടങ്ങുകയായി ഇപ്പോൾ. അവിടെ നടന്ന കഥകളെല്ലാം നമുക്കറിയാം. സമയക്കുറവുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്യുന്നു. മറിയ ശുശ്രൂഷക്കാരോട് കൽപ്പിച്ചു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവിൻ. അതിൻ്റെ അർത്ഥം എന്താ? ഒരു സുവിശേഷകനായതുകൊണ്ട് പറയുക, ഈ യോഗത്തിൽ എൻ്റെ കർത്താവിനെ അടുത്തറിഞ്ഞിട്ടില്ലാത്ത, രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, യേശുവിനേക്കാൾ യേശുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുക, യേശുവിൻ്റെ അമ്മ അന്നേ പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അവൻ പറയുന്നത് ചെയ്യണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് കഴിവില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഒരു പ്രതിസന്ധിയിലായ കുടുംബത്തിനകത്ത് മറിയ പറഞ്ഞത് അവൻ കഴിവുള്ളവനാ, എനിക്ക് കഴിവില്ലെന്നാ. അതുകൊണ്ട് അമ്മയുടെ പുറകെ പോയത് കൊണ്ടോ അമ്മയെ ആശ്രയിച്ചത് കൊണ്ടോ രക്ഷപ്പെടുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അത് നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത യേശു തന്നെ. മറിയ അന്നേ പറഞ്ഞു അവൻ കഴിവുള്ളവനാ. നീ രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാനും ആവർത്തിക്കുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരൻ കഴിവുള്ളവനാ. നീ പുറത്തു പറയാതെ ചുമന്നുകൊണ്ട് നടക്കുന്ന നൊമ്പരങ്ങളുടെ മേൽ മഹത്വം വെളിപ്പെടുത്താൻ അവൻ കഴിവുള്ളവനാ. യേശു കൽപ്പിച്ചതുപോലെ ശുശ്രൂഷക്കാര് വെള്ളം കോരി. ആ ഭാഗമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടം. നമുക്ക് സമയമില്ല. അത്ര കുറെ എണ്ണം ലോക്കൽ സഭ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വീഞ്ഞ് തീർന്നിടത്ത് വെള്ളം കോരാൻ കൽപ്പിച്ചാൽ ഇന്നത്തെ ആളുകൾ കൽപ്പിക്കുന്നവനെ വിടുവോ? വീഞ്ഞാ തീർന്നത്, പക്ഷെ കൽപ്പന വീഞ്ഞു കോരാനല്ലല്ലോ. വീഞ്ഞു കോരാൻ പറഞ്ഞാൽ നമ്മൾ കോരും, പക്ഷെ ഇത് വെള്ളം കോരാനാ. ആ ടൈപ്പ് ബാല്യക്കാർ വേണം ഈ തലമുറയിൽ. എന്നാലേ അസാധ്യങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തത്തുള്ളൂ. കൽപ്പന ചോദ്യം ചെയ്യാതെ നീ അനുസരിച്ചോ, അനുഗ്രഹം നിന്റെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. ശുശ്രൂഷക്കാര് വെള്ളം കോരി നിറച്ചു. അടുത്ത കൽപ്പന. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന നിറപ്പീൻ, രണ്ടാമത്തെ കൽപ്പന കോരി വിരുന്നുവാഴിക്ക് കൊടുപ്പീൻ. നിറപ്പീൻ, കൊടുപ്പീൻ, ഈ രണ്ട് കൽപ്പനയാ. എനിക്ക് ഈ കൽപ്പന പഠിച്ചപ്പം തന്നെ ആവേശം വളരെ വളരെ വർദ്ധിച്ച കൽപ്പനയാണ്. കാരണം നിറപ്പീൻ എന്ന് പറഞ്ഞ കൽപ്പനയ്ക്കകത്ത് കൽപ്പിച്ചവന്റെ സ്വഭാവം അടങ്ങിയിട്ടുണ്ട്, ഇല്ലേ? അവൻ നിറയ്ക്കുന്നവനാണ്. പടക് രണ്ടും നിറച്ചവനാ, വട്ടി 7 നിറച്ചവനാ, കൊട്ട 12 നിറച്ചവനാ. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചെന്ന് അപ്പോസ്തലപ്രവൃത്തി 2 എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആരാ? പടകാണെങ്കിൽ അവൻ പടക് നിറയ്ക്കും, കൊട്ടയാണെങ്കിൽ അവൻ കൊട്ട നിറയ്ക്കും, വട്ടിയാണെങ്കിൽ അവൻ വട്ടി നിറയ്ക്കും, വീടാണെങ്കിൽ അവൻ വീട് നിറയ്ക്കും. നിറയ്ക്കുന്നവൻ കോരി വിരുന്നുവാഴിക്ക് കൊടുപ്പി. അത് കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാ. രുചി നോക്കിയാറേ, ആ ഭാഗം നമുക്കറിയാം. രുചി നോക്കിയാറേ മണവാളനെ വിളിച്ചു വിരുന്നുവാഴി. ചോദിച്ച ചോദ്യമൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്.
ഇത്രയും നല്ലത് എവിടെ വെച്ചേക്കുമായിരുന്നെന്ന്. അതിനകത്ത് ഒത്തിരി ചിന്തകളുണ്ട്. കോരി വിരുന്നുകാർക്ക് കൊടുക്കാൻ യേശു കൽപ്പിച്ചില്ല, വിരുന്നുവാഴിക്ക് കൊടുക്കാനാ കൽപ്പിച്ചത്. അതിന്റെ അർത്ഥം എന്താ? ആ വിരുന്നിന്റെ ചുമതല വിരുന്നുവാഴിക്ക. വിരുന്നുവാഴി ഇരിക്കുമ്പോ വിരുന്നുവാഴിയുടെ പെർമിഷൻ ഇല്ലാതെ യേശു പോലും ഒന്നും വിളമ്പിയിട്ടില്ല. അതൊക്കെ നല്ല ദൂതാ എന്ന് പറഞ്ഞാൽ, വിരുന്നുവാഴി ഒരു ചുമതലയിൽ ഇരിക്കുമ്പോ ആത്മാവ് നടത്തുന്നെന്നും പറഞ്ഞ് പെർമിഷൻ ഇല്ലാതെ കയറി വിളമ്പരുതെന്ന്. അപ്പൊ യേശു അത് നമ്മെ പഠിപ്പിച്ചിരിക്കുക. യേശു കോരി ആർക്ക് കൊടുക്കാനാ പറഞ്ഞേ? വിരുന്നുവാഴിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്. എല്ലാ ടൈപ്പ് വീഞ്ഞിൻ്റെയും രുചി അറിയാവുന്ന ഒരാളെ അവിടെ വന്നിട്ടുള്ളൂ, അത് വിരുന്നുവാഴിയാ. വിരുന്നുവാഴി എന്ന് പറഞ്ഞാൽ ഈ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളാ ദൈവമക്കളെ. അത്രയും ചിന്തിച്ചാൽ മതി. പുള്ളിക്ക് എല്ലാ ടൈപ്പ് വീഞ്ഞിൻ്റെയും ടേസ്റ്റ് അറിയാം. അപ്പം യേശു പറഞ്ഞു, ഇത് കോരി ആ കാറ്ററിംഗുകാരന് കൊടുക്കാൻ. അവൻ രുചിച്ചു നോക്കിയിട്ട് പറയട്ടെ. അവൻ രുചിച്ചു നോക്കിയപ്പോ ഞെട്ടിപ്പോയി. ഇത്രയും നല്ല വീഞ്ഞ് സാധാരണ വിരുന്ന് വീടുകളിൽ അങ്ങനെ വിളമ്പാറില്ല. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ എന്നോട് ദൈവാത്മാ പറഞ്ഞത്, വിരുന്നുവാഴിക്ക് തോന്നിയ കാര്യം, ഇത് വീടുകളിൽ വിളമ്പുന്ന വീഞ്ഞല്ല. ഇപ്പൊ ഞാൻ രുചിച്ച വീഞ്ഞ് രാജാക്കന്മാരുടെ ഭക്ഷണശാലയിൽ മാത്രം വിളമ്പുന്ന വീഞ്ഞ എന്ന് പറഞ്ഞാൽ, വിരുന്നുവാഴി പറഞ്ഞതിൻ്റെ അർത്ഥം, കുഞ്ഞെ, ഇതിനൊരു റോയൽ ടേസ്റ്റ് ഉണ്ടെന്ന്, ഒരു റോയൽ ടച്ച് ഉണ്ടെന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതൊരു ലോക്കൽ മറുപടി അല്ല, ഇതൊരു റോയൽ റിപ്ലൈ ആണ്. ഹല്ലേലൂയ. മഹത്വം വെളിപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, രാജകീയ സ്വാദുഭോജനം കൊടുക്കുന്ന കുടുംബമാണ് ആശേർ കുടുംബം. ശ്രദ്ധിക്കണം, രാജകീയ ഭോജനം കൊടുക്കുന്ന കുടുംബമാണ് ആശേർ കുടുംബം. പക്ഷെ കൊടുക്കാനില്ലെന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രശ്നം. എന്നാൽ രാജാതിരാജാവ് ആ വീട്ടിൽ തന്റെ കരം ചലിപ്പിച്ചപ്പോ എന്ത് തന്നെ വിളമ്പി? അവിടെ രാജകീയ സ്വാദുബോധനം തന്നെ വിളമ്പി. ഇങ്ങനെയാണ് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാ. ഈ ദൂത് ഏറ്റെടുത്ത ദൈവമക്കൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് ആരും ഈ സമയം ഇറങ്ങിപ്പോകാൻ ശ്രമിക്കരുത്. ഈ ശുശ്രൂഷയോട് ചേർന്നൊരു ശുശ്രൂഷ കൂടെ. നമ്മുടെ യോഗങ്ങളുടെ സമാപന രാത്രിയാണല്ലോ. 5 മിനിറ്റ് മുമ്പോട്ട് പോയാലും ആരും കുണ്ഠിതപ്പെടല്ലേ പ്രിയരെ. എന്റെ കർത്താവ് ചിലത് ചെയ്യട്ടെ. ആരാധനയോടെ എഴുന്നേറ്റ് നിന്നാട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നു, എന്നോട് ഇടപെട്ടു എന്ന് അന്തരാത്മാവിൽ ഉറപ്പുള്ളവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ അധരങ്ങളൊന്ന് ചലിപ്പിച്ചു തുടങ്ങണം. പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഇന്ന് രാത്രി. എൻ്റെ കർത്താവ് എൻ്റെ രോഗമുള്ള ശരീരത്തിൽ, എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത എൻ്റെ കുടുംബത്തിലെ വിഷയത്തിൽ, എൻ്റെ തലമുറകളുടെ മേൽ, എൻ്റെ ശുശ്രൂഷയുടെ മേൽ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയ്ക്കകത്ത് തന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ കരങ്ങളെ ഉയർത്തിപ്പിടിക്കണം. കരങ്ങൾ താഴ്ത്തിയിട്ടാട്ടെ. എല്ലാ ദൈവമക്കളും ആത്മാവിലൊന്ന് കണ്ടേ. മഹത്വം വെളിപ്പെടുത്തുന്നവൻ നിന്നോട് ചേർന്ന് നിൽക്കുന്നത് ആത്മാവിലൊന്ന് കണ്ടേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്റ്റാൻസ് എങ്കിലും നമുക്കൊന്ന് പാടി വേണം നമ്മുടെ ഈ കൺവെൻഷന്റെ സമാപന രാത്രി സമാപിപ്പിക്കാൻ. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. വിശ്വസിച്ചാൽ മഹത്വം കാണുമെന്ന നീ പുറത്തു പറയാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മാന്യനായതുകൊണ്ട്, മാന്യതയുള്ള സഹോദരിയായതുകൊണ്ട് നിന്റെ നൊമ്പരം നീ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി അതിന്റെ മേൽ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. സ്തുതിച്ചു തുടങ്ങണം. ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങണം. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ഹാളിനകത്ത് വചനത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ഇടപെടൽ. പിതാവേ, യേശുവിന്റെ നാമത്തിൽ
ഇന്ന് രാത്രി കരമുയർത്തിയ എല്ലാവർക്കായി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വലിയ പകർച്ച